ലീവൊക്കെ എടുത്ത് വന്നതായിരുന്നു. ലീവ് എടുത്ത് ഇതിനായിട്ട് എവിടുന്നാ വരുന്നേ? അരുണാചൽ പ്രദേശാണ്. ആർമിയിലാണോ? അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോഴും ചടങ്ങ് പുരോഗമിക്കുകയാണ്. അതാ ഇപ്പോൾ ഒരു കുടുംബം മൊത്തമുണ്ട്. എല്ലാ വർഷവും വരും. എല്ലാ വർഷവും ഞങ്ങൾ വരാറ് പതിവുള്ളതാണ്. ഇവരെല്ലാരും എഴുതിയോ? ഇവരെല്ലാവരും ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എഴുതിയവരവരെല്ലാം. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ അങ്ങനെ പ്രായമില്ലല്ലോ, എല്ലാവർക്കും എഴുതാം എന്നുള്ളതാണ്. എല്ലാവർക്കും എഴുതാം. എന്താ പേര്? മിടിക്കിയുടെ പേരെന്താ? ഹർഷ ഗോപൻ. അടിപൊളി പേര്. മോളുടെ പേരോ? നിവേദിത. നീതു. എല്ലാരും എവിടെന്നാ വരുന്നേ? ഞങ്ങൾ കൊല്ലംകാരാണ്. എല്ലാ വർഷം വരുന്ന ആളുകളാണ്. നവരാത്രിക്ക് ഇവിടെ കാണും. ഞങ്ങൾ ഫാമിലിയായിട്ടാണോ വരാറ്? ഫാമിലിയായിട്ട് വരാറുണ്ട്, അല്ലാതെ വരാറുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ വന്നായിരുന്നു. എല്ലാം അങ്ങനെ വരാറുണ്ട്. കറക്റ്റ്. ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പാട്ടൊക്കെ പാടുവോ? എന്നാ ഒരു പാട്ട് പഠിക്കും. ഉഷാറാവട്ടെ. കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പാറി നടക്കണ പൂമ്പാറ്റേ നീ ഓടിവ നീ ചാടിവ കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പാറി നടക്കണ പൂമ്പാറ്റേ നീ ഓടിവ നീ ചാടിവ. പൂമ്പാറ്റേ അറിയത്തുള്ളൂ, ദേവിയുടെ പാട്ടൊന്നും അറിയത്തില്ലേ? അറിയാവോ? ഏതാ അറിയണേ? എന്നാ പാട്. മോള് പാടുവോ? പാടുവോ? എന്നാ പെട്ടെന്ന് പഠിക്കേ. ഒരു പിടിയാവിലിന്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി. ഒരുകുമൻ മാനസം കാണിക്ക വയ്ക്കുവാൻ ഇരുകൈയും കൂപ്പി ഞാൻ തൊഴുതു നിന്നു. ഞാൻ തൊഴുതു നിന്നു. ഒരു പിടിയവിലിന്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി. ഉരുകുമെൻ മാനസം കാണിക്ക വയ്ക്കുവാൻ ഇരുകൈയും കൂപ്പി ഞാൻ തൊഴുതു കേട്ടോ. അടിപൊളിയാണ്. ആള് ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ എല്ലാ വർഷവും വരുന്നവരുണ്ട്. വർഷത്തിൽ 2-3 തവണ വരുന്നവരുണ്ട്. വിദ്യാരംഭത്തിനും ഈ സമയത്ത് വിജയദശമി നവമി നാളുകളിൽ എല്ലാ വർഷവും വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഏറെ ഭക്തി നിർഭരമാണ് ഇവിടുത്തെ സാഹചര്യവും രീതികളും ഒക്കെ. നമുക്കറിയാം, തൊട്ട് പുറകിലുള്ള സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ. എഴുതിയോ? പുസ്തകമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എഴുത്തും വരെയാണോ? എഴുതും പറയൂ. എഴുതും. പേരെന്തുവാ? എന്താ പേര്? അടിപൊളി പേരാട്ടോ. ഇതെന്താ എഴുതിയത്? എന്താ ABCD ആണോ? ആണോ? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പറയൂ. ABCD പറയൂ. ABCD EFG പറഞ്ഞേ കേക്കട്ടെ. പറഞ്ഞേ. പാടാണ്. ഭയങ്കര ചിരിയൊക്കെയാണല്ലേ. എവിടുന്നാ ചേട്ടാ? എറണാകുളം. ഫാമിലിയായിട്ട് വന്നതാണ്. ഇവിടെ തന്നെ എഴുതണം എന്നുള്ള തീരുമാനിച്ചിട്ട് വന്നതാണ്. ഇവിടെ വരുന്ന ആളുകളൊക്കെ അങ്ങനെയായിരിക്കുമല്ലേ? ഇവിടെ തന്നെ കുട്ടികളെ. അതെ, ഇവിടെ ഒരു തീർച്ചയായിട്ടും എല്ലാവരും വരുന്നത് തന്നെ ഇവിടെ ഒരു ഇത്തിരി എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ, എത്ര ദൂരം ട്രാവൽ ചെയ്ത് വരുന്നത് അതൊരു വിശ്വാസം കൊണ്ടാണ്. ഇന്ന് എത്തിയതാണോ? ഇന്നലെ എത്തി. ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തു. കാരണം വെളുപ്പിനെ വന്നു. തിരക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ തിരക്ക് കൂടുതലായതുകൊണ്ട് ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചാലും കുറവാണ്. സാധാരണ ഇതിനും കൂടുതലാണ്. ഞാൻ അന്വേഷിച്ചത് മഴയുള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ തലേദിവസം തലേദിവസം വന്ന് താമസിച്ചവർക്ക് പെട്ടെന്ന് വരാം, അല്ലാത്തവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും മഴ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ശരി, അപ്പം എല്ലാം മിടുക്കനായിട്ട് പഠിക്കാം കേട്ടോ. താങ്ക് യു പറയൂ. താങ്ക് യു. ഇവിടെ ഒരു സുന്ദരി കുട്ടിയുണ്ട്, നല്ല പച്ച പാവാടയൊക്കെ ഇട്ട് ആളിങ്ങനെ നിപ്പുണ്ട്. എഴുതിയോ? എന്താ എഴുതിയത്? ഓ ശരി. എന്താ എഴുതിയത്? ഒന്നൂടെ പറഞ്ഞേ. ABCD എഴുതിയായിരുന്നോ? എന്താ പേരെന്താ? ദിവിഷ. ഈ ഉടുപ്പ് ആരാ വാങ്ങിച്ചത്? അച്ഛനാണോ? നല്ല ഉടുപ്പാണ് കേട്ടോ. അമ്മൂമ്മയാണ്. അമ്മൂമ്മ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? അതാണ്. എല്ലാവരും ഓരോരുത്തരുടെ മുഖത്ത് ഓരോ ഭാവമാണ്. ചിലര് ഭയങ്കര ഉറക്കമുള്ള ആളുകളുണ്ട്, ചിലര് ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ രാവിലെ വന്ന കുഞ്ഞുങ്ങളൊക്കെ അപ്പം ക്ഷീണത്തിലൊക്കെയാണ്. പക്ഷെ നല്ല ദിവസം വന്നവരൊക്കെ വളരെ ആക്റ്റീവാണ്. അങ്ങനെ ഏതായാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഭക്തിയുടെ. ഇവിടെ നമ്മളെ നോക്കി ഒരു കുടുംബം നിൽപ്പുണ്ട്. ചേട്ടൻ എവിടുന്നാ? തിരുവനന്തപുരത്ത് നിന്നാണ്. മോളുടെ പേരെന്താ? നാണോ തോന്നുന്നു. പേരെന്തുവാ? ഈ പുസ്തകം തരാവോ? ഇത് കൊണ്ടോട്ടെ ഞാൻ?
കൊണ്ടുപോട്ടെ? അയ്യോ ഇല്ല, അവൻ കൈ പിടിച്ചിരിക്കുക. ചേച്ചിയുടെ പേരെന്താ? സംഗീത. സംഗീത. എഴുത്തിനിരുത്തി ഇന്ന് തന്നെ തിരിച്ചു പോകും നാട്ടിലോട്ട്? ഇന്ന് പോകും. ഹലോ, ആളല്പം പിണക്കത്തിലാണ് പുസ്തകം കൈ പിടിച്ചിരിപ്പാ. ഒരാളാണുള്ളത് അല്ലേ? അപ്പം ഇവിടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് നടന്നു, ഭംഗിയായി നടന്നു. ശരി, സന്തോഷത്തോട്. മഴ എങ്ങനെയുണ്ട് ചേട്ടാ? മഴ വലിയ പ്രശ്നമില്ല. ഇതിനൊക്കെ എന്ത് മഴ അല്ലേ? നമ്മുടെ കാര്യം നടക്കുക, ദേവിയെ കാണുക, അനുഗ്രഹം വാങ്ങുക, എഴുത്തിരുത്തുക അല്ലേ? അപ്പൊ അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് ആളുകൾ. അപ്പോൾ അല്പം മഴയുടെ ഒരു പ്രശ്നം കൊണ്ട് മാറുമ്പോൾ വീണ്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കും. ഇതാ ഇപ്പോൾ വേറൊരു കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ ഇയാളുടെ പേര്? എഴുതിയോ? നല്ല ചിരിയൊക്കെയാണ്. എഴുതിയോ? എന്താ എഴുതിയത്? ABCD, ഹരിശ്രീ. എപ്പോ ക്ഷീണത്തിലാണോ? ഉറക്കം വരുന്നോ? വിശക്കുന്നില്ല. എന്ത് കഴിച്ചു രാവിലെ? ഒന്നും കഴിച്ചില്ല. എവിടുന്നാ വരുന്നത്? കൊല്ലം ടൗണത്ത്. എങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു? എല്ലാവരും കൂടെ ആണോ? എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ വലിയ ആഗ്രഹമായിരുന്നു അല്ലേ ഇവിടെ വരുന്നത്? സന്തോഷമായോ? എല്ലാം ഭംഗിയായി നടന്നല്ലേ? തിരക്കൊന്നും കാര്യമായിട്ട് തിരക്കില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ മഴയാണൊരു പ്രശ്നം. കണ്ടിട്ട് വരികയാണ്. ഞങ്ങൾ പോയി, അതുകൊണ്ട് ഞങ്ങൾ താമസ സ്ഥലത്ത് ലോഡ്ജില് പ്രോഗ്രാം കണ്ടു. നന്നായിരുന്നു. ആണല്ലേ? മഴ നനഞ്ഞുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു. നന്നായിരുന്നു. ഓക്കെ, മോളെ പോട്ടെ, വരുന്നോ? വീട്ടിൽ പോയിട്ട് എഴുതണം കേട്ടോ. ABCD ഒക്കെ എഴുതില്ലേ? മിടിക്കേട്ട് എഴുതില്ലേ? എഴുതും. അതാണ് ഇവിടെ കൊല്ലം, തിരുവനന്തപുരം എന്നല്ല, കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഒരുപാട് ആളുകൾ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അല്ലെ വിദ്യാപരമായ എല്ലാ പുരോഗതിക്കുമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്നു. അമ്മയുടെ അനുഗ്രഹം നേടുന്നു. വലിയ ഐശ്വര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് പോലെ ഈ വർഷം ഈ ദിവസം കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലെ? എല്ലാവരും പറയുന്നത്, ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ കുറവുണ്ട്. നല്ല മഴയാണ്, ഒരു പക്ഷെ അതൊരു കാരണമായിരിക്കാം, അറിയില്ല. എന്തായാലും നല്ല മഴയുണ്ട് ഇവിടെ. പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ വിദ്യാരംഭ ചടങ്ങുകൾ ഇപ്പോഴും ഇതായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 തങ്ങളുടെ കുഞ്ഞുങ്ങളെ അക്ഷരം കുറിക്കാനായി, ആദ്യാക്ഷരം കുറിക്കാനായി മൂകാംബികയുടെ അമ്മയുടെ മുൻപിലേക്ക് എത്തിയത്. എല്ലായ്പ്പോഴും വിദ്യാരംഭമുള്ള ക്ഷേത്രത്തിൽ ഈ വിജയദശമി നാളിൽ ഈ ദിവസം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മൂകാംബികയിലെ ഈ ദിവസവും അതിശ്രേഷ്ഠമാണ്, പ്രധാനമാണ്. മൂകാംബിക സന്നിധിയിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭ ചടങ്ങുകൾ അത് പുരോഗമിക്കുകയാണ്. ഭക്തരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ആഗ്രഹമാകും ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് വിദ്യാരംഭം നടത്തുക എന്നുള്ളത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാകും. ആ കാത്തിരിപ്പിന്റെ ഒക്കെ ഒരു പൂർത്തീകരണ ദിവസം കൂടിയാണെന്ന് ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ ജനനം മുതലേ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപേ ഉള്ള പ്രാർത്ഥനയാകും ഇവിടെ വന്ന വിദ്യാരംഭം കുറിച്ചുകൊള്ളാം എന്നുള്ളത്. അതും കൂടി നടപ്പാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. വാഗ്ദേവതയ്ക്കരികിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ ആഗ്രഹിക്കാത്ത ഭക്തരൊക്കെ വളരെ കുറവ്